എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ? ഒന്നിട്ടും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛൻ വന്നിരുന്ന ഒരറ്റത്ത് ഓരോന്ന് പറയുന്നുണ്ട്. സന്ദീപ് ഇടപ്പാളെന്ന് പറയുന്ന ഒരു യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യവും ഇല്ല. സാങ്കല്പിക കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് എടപ്പാള് 3-4 വീഡിയോ ചെയ്തു, 4-5 വീഡിയോ ചെയ്തു. ഇന്ന ആളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സാങ്കല്പിക കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതിന് കുറച്ച് പേർക്ക് അത് കൊണ്ടു, ആ വീഡിയോ കൊണ്ടു. അങ്ങനെ ഇത് അച്ഛനെ എരിയേറ്റി കൊടുത്തു. അച്ഛൻ ഇത് കണ്ടും കൊണ്ട് അച്ഛൻ്റെ കൂട്ടത്തോടെ ഇങ്ങനെ മദ്യത്ത് നിർത്തിയിട്ട് ചുറ്റിനും കുറച്ച് പേര് നിന്നിട്ട് അങ്ങനെയാണച്ചോ ഇങ്ങനെയാണച്ചോ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ആ പാവം മനുഷ്യന്, അവിടെ ഒരറ്റത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് എരികേറ്റി ഇളക്കി വിട്ടു. ഇതാണല്ലോ ബാക്കിയുള്ളവരുടെ ജോലി. അങ്ങനെ അച്ഛൻ ഇത് കണ്ടും കൊണ്ട് ഇളവി. ഇതാരെയും പേരെടുത്ത് പറയുന്നില്ല, ഒരു മനുഷ്യരെ പേരും സന്ദീപ് പറയുന്നില്ല. എന്നിട്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ എന്നെ മാത്രമാണ്, എന്നെ തന്നെയാണ് ഇളവിയതിൻ്റെ കാര്യം എന്താണ് എന്തോ? ഒരു പ്രമുഖ യൂട്യൂബർ കഴിഞ്ഞ ജൂലൈ 13 മുതൽ എന്നെ നിരന്തരമായി മോശമായ വീഡിയോകളിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ അപമാനിക്കുകയും എന്റെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബജീവിതത്തെ, എന്റെ മിഷണറി വൈദിക ജീവിതത്തെ എല്ലാം താറടിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന യൂട്യൂബർക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കോട്ടയം പോലീസ് മേധാവിക്കും പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തു നിന്നും ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നച്ചോ, അച്ഛന്റെ പേരെവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? അച്ഛന്റെ കുടുംബകാര്യം പരാമർശിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ വീട്ടുകാരെ കാര്യം പരാമർശിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. 5-6 വീഡിയോ ഇട്ടത് ഞങ്ങൾ കണ്ടതാണ്. ഇതൊന്നും പറഞ്ഞിട്ടില്ല. സാങ്കല്പിക കഥാപാത്രമാണ്, ഇത് കണ്ടാരും അനുകരിക്കണ്ട എന്നൊക്കെ സന്ദീപ് അതിൽ പറയുന്നുണ്ട്. അപ്പോഴെങ്ങനെ അച്ഛനെ എരികേറ്റി വിട്ടത്? മുളക് നല്ലതുപോലെ കലക്കി കൊടുത്ത് എരികേറ്റി സ്ക്രൂ നല്ലതുപോലെ മുട്ടിക്ക് അച്ഛ ഇളകണം. അച്ഛയും സാധാരണ വയറിളകും പോലെ അച്ഛ ഇളകണമെന്ന് പറഞ്ഞു കൊടുത്തു. അച്ഛനെ ഇതെല്ലാവരും കൂടി അങ്ങോട്ട് ഇളക്കി വിട്ട്. പാവ അച്ഛൻ എവിടെ ആരെന്ത് പറഞ്ഞാലും അതിലങ്ങ് വിശ്വസിക്കും. അച്ഛൻ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിന്നല്ലേ അത് പറ്റുള്ളൂ. അങ്ങനെ അച്ഛനെ എല്ലാവരും കൂടെ ഇളക്കി വിട്ടിട്ട് ഇപ്പം കൊണ്ടുവന്ന് ആ സന്ദീപ് എടപ്പാളിൻ്റെ പേരിൽ പരാതിയും കൊടുത്തു. ഇപ്പോൾ അതിന്റെ പ്രതിയെ കണ്ട് ബോധിപ്പിക്കേണ്ടതിനായിട്ട് ഇവിടുത്തെ SHO എന്നെ ഇവിടെ വിളിച്ചു വരുത്തുകയും ഞാൻ പ്രതിയെ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തു. FIRന്റെ നമ്പർ 944/2026 എന്നുള്ള FIR നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ കോടതിയിൽ രാവിലെ ഹാജരാക്കുമെന്നാണ് SHO എന്നോട് പറഞ്ഞിരിക്കുന്നത്. പ്രതി ഇവിടെ ലോക്കപ്പിലാണ് ഉള്ളത്. പ്രതി എന്ത് കുറ്റമാണ് അച്ചോ ചെയ്തത്? ആ പ്രതി എന്ത് കുറ്റമാണ് ചെയ്തത്? നമ്മളറിവിൽ ഒരു കുറ്റവും ചെയ്തില്ല. ഏതോ ഒരു കഥ ഇരുന്ന് പറഞ്ഞു. അതിന് അച്ഛനെ കുത്തിത്തിരിപ്പിച്ചുകൊണ്ട് അച്ഛന് മനസ്സിനകത്ത് വെപ്രാളം, എന്നെപ്പറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇതിൽ സത്യാവസ്ഥയില്ലേ? അതുകൊണ്ടല്ലേ അച്ഛ ഇളവിയത്? അതുകൊണ്ട് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഇതിൽ സത്യമുള്ളത്. സന്ദീപ് എടപ്പാൾ പറഞ്ഞതിൽ വേറെ കഥാപാത്രമാണ് പറഞ്ഞെങ്കിലും ഇതിൽ നൊന്തെങ്കിൽ, അച്ഛന് വേദനിച്ചെങ്കിൽ, കൂടെ നിൽക്കുന്നവർക്കും വേദനിച്ചെങ്കിൽ, അവർ പറഞ്ഞെങ്കിൽ അച്ഛന് അതാണ് വെപ്രാളം. അതിലെന്തെങ്കിലും സത്യാവസ്ഥ കാണും. അതുകൊണ്ടാണല്ലോ ഇളകിയത്. പക്ഷെ ഞാൻ ആ 5-6 കഥ കേട്ടിട്ട് എനിക്കൊന്നും തോന്നിയെങ്കിൽ ഞാനും എനിക്കൊന്നും തോന്നിയില്ല. ഇത് ആ കഥാപാത്രം ഇന്ന ആളിൻ്റേതാണ് എന്ന് യഥാർത്ഥ ഉടയം വന്നു. അതാര്? അച്ഛനാണോ? അറിയാൻ വയ്യ. അങ്ങനെ കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളിക്കാരനെ അച്ഛൻ പറയുന്നുണ്ട്. എവിടെ
മലപ്പുറത്തോ അങ്ങനെ കണ്ടേട് വീട്. അവിടെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ VIP വണ്ടിയിലാണ് കൊണ്ടുപോയത്. നല്ല സന്തോഷത്തിൽ ചേർത്തിരുത്തി കൊണ്ടുപോയി. എവിടെന്നാവട്ടെ, വെറുതെ ഇതൊന്നും കാര്യം തിരക്കണ്ടേ. പോയി തിരക്കിയപ്പോൾ അതിലൊന്നും ഒന്നുമില്ല, സത്യാവസ്ഥ ഒന്നുമില്ല. ആരെയും പേരതിൽ പറഞ്ഞിട്ടില്ല. അപ്പോഴേ അച്ഛൻ അങ്ങോട്ട് ഇളവണത് അച്ഛൻ്റെ കാര്യമാണ്. അയ്യോ ഇതെൻ്റെ കാര്യമാണ്, ഇതെല്ലാം സത്യമാണ് അവൻ വിളിച്ച് പറയണത്. അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അച്ഛൻ ഇത്രത്തോളം വന്ന് കിടന്ന് ഉയിരെരിഞ്ഞ് പറയുന്നു. എൻ്റെ പിന്നിലേക്ക് കുറേ എണ്ണ ഇരുന്ന് അലയ്ക്കുന്നുണ്ട് അച്ഛനെ എരിയേറ്റി വിടാനായിട്ട്. അവർക്ക് കണ്ടൻറ്റ് വേണ്ടേ, അവരതും എടുത്ത് വെച്ച് അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് എരിയേറ്റി വിട്ടിട്ട് ആ ഒരു പോയിൻ്റ് എടുത്ത് വെച്ചിട്ട് അവരങ്ങ് വീഡിയോ ചെയ്യും. ഇതിൻ്റെ പിന്നിൽ നിൽക്കണവരതാണ്. കുറേ എണ്ണ അച്ഛനെ ഇളക്കി വിട്ടിട്ട് അങ്ങ് വീഡിയോ ചെയ്യണം. അവർക്ക് ഡോളർ കയറണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സന്ദീപ് എടപ്പാൾ സ്ട്രോങ് ആയിട്ട് പോവേണം. ഒന്ന് കാണാം. സ്റ്റേഷനിൽ ചെന്ന് കയറുമ്പോഴുള്ള രംഗേ, അതാണ് കോമഡി. തങ്കപ്പൻ ചേട്ടൻ ക്യാമറയും മൊബൈലും കൊണ്ട് വീഡിയോ എടുക്കണേണ്. ഇല്ല എവിടെയൊക്കെ എന്തോ കുറ്റകൃത്യം ചെയ്തിട്ട് ഈ ചാനലുകാരെ ഓൺലൈൻ മീഡിയക്കാർ പോവൂലേ, അത് പോട്ട് വേറെ ഒന്നും വേണ്ട. കൊലപാതകമോ എന്തെങ്കിലും അങ്ങനത്തെ കുറ്റം ചെയ്യണവരടുത്താണല്ലോ ഇങ്ങനെ കൊണ്ടല്ലേ അതിശയമായിട്ട് പോണത്. നമ്മൾ തങ്കപ്പൻ ചേട്ടൻ മൊബൈലിൽ കൊണ്ട് വീഡിയോ പിടിക്കണേണ്ട. സന്ദീപ് കൈകൊണ്ട് തട്ടിക്കൊടുക്കാത്തത് നല്ല കാര്യമായിപ്പോയി. ദേഷ്യം വന്നിട്ടാണ് പോണത്. അപ്പോൾ പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഇപ്പോൾ കയറിപ്പോയപ്പോഴേ തങ്കപ്പൻ ചേട്ടൻ ഇതും കൊണ്ട് വരണത് ഭയങ്കര സന്തോഷം കേട്ടാ. വേണമെങ്കിൽ അവർക്കും ചെയ്യാം. ഇവർ എന്തെല്ലാം പറഞ്ഞാണ് വീഡിയോ ഇട്ടത്, എന്തെല്ലാം കാര്യമാണ് പറഞ്ഞ് വീഡിയോ ഇവരെ പാർട്ടിക്കാരിട്ടിരിക്കണത്. അപ്പം സന്ദീപ് എടപ്പാൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്രേ വർഷത്തെ തടവാണെന്നും തടവിൽ കിടക്കുമെന്നും ശിക്ഷ വിധിക്കുമെന്നും ഇത്ര രൂപ പിഴ കെട്ടി എന്തൊക്കെയോ കുറേ എണ്ണം പറഞ്ഞിരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. അച്ഛനും പറയുന്നുണ്ട് അത് കോടതി നോക്കിക്കോളും, ചീള് കേസല്ലേ, ചുമ്മാ ഒന്ന് പിടിച്ചോണ്ട് പോയി, ചുമ്മാ ഒന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ പോയി, സത്യാവസ്ഥ തെളിഞ്ഞു. അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കുമല്ലോ. കോടതിയിൽ ചെന്നപ്പം കോടതിക്കും അത് മനസ്സിലായി അതിലൊന്നുമില്ല സത്യാവസ്ഥ. ഇരുന്ന് കര ആലയ്ക്കാന്നല്ലാതെ. അപ്പം നമുക്ക് സന്ദീപിൻ്റെ വാക്ക് കേൾക്കാം. എന്തായാലും സന്ദീപ് ഇറങ്ങി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ കിടക്കണത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. അനീഷ് വ്ലോഗ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ മുമ്പ് രേണുവിനെ അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് രേണുവിനെയും കുടുംബത്തിനെയും കരിപ്പിച്ച ഒരാളാണ്. ഈ കരിപ്പിച്ച ആളുകളെല്ലാം ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. തിരിഞ്ഞു നിന്ന് എന്തിനാണ് അവർക്ക് കണ്ടന്റ് വേണ്ടേ? രേണുവിന് സുഖമില്ലാതായപ്പോൾ രേണുവിന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സഹതാപമൊക്കെ പിടിച്ച് പറ്റി. അങ്ങനെ കുറച്ച് ഡോളർ അതിൽ നിന്ന് കിട്ടും. അപ്പോഴും 10 പേരെ അറിയുകയും ചെയ്യും. അതിനു വേണ്ടി രേണുവിൻ്റെ പക്ഷം പിന്നെ നിന്ന്. നേരത്തെ രേണുവിനെ എതിർത്ത് പറഞ്ഞു, ഇപ്പോൾ രേണുവിൻ്റെ പക്ഷം നിന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്. എൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്ന ശാരികാമ്മ വേറെ 1-2 സന്ധ്യയാകുമ്പോൾ ലൈവിലിരുന്നും കൊണ്ട് പ്രസംഗം പറയും പോലെ ഇരുന്നു കൊള ആലയ്ക്കണതൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് പേടി, ഇനി അവർക്ക് എന്തെങ്കിലും അവരെ കാര്യങ്ങളൊക്കെ വെളിയിൽ വരുമോ എന്നുള്ളൊരു പേടി ഭയം കൊണ്ടാണ് അവർ കിടന്ന് ആകെ കൊണ്ട് ഒരു വെപ്രാളം. ഒന്ന് പല്ലേക്കാണ്ട് പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിന്റെ ഇതിലും വേറെ മറുപടി വേറെ ഒന്നുമില്ല. വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് സാധാരണ ഒരാളിനെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിനായാലും പിടിച്ചോണ്ട് പോയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കും. അതിനത് പ്രത്യേകതയൊന്നുമില്ല. അതിന് അച്ഛനും കാലകാലം കിടക്കും, ഇത്ര വർഷത്തെ തടവ്, ഇത്ര വർഷത്തെ ശിക്ഷ.
ഇതെന്തോന്ന് വേറെ എന്തെങ്കിലും വല്ല കൊലക്കുറ്റോ ചെയ്തിട്ട് വന്ന ആദായങ്ങൾ തട്ടിയെടുത്തിട്ട് അങ്ങനെ തട്ടിയെടുത്ത് കൈക്കലാക്കിയിട്ട് നിൽക്കണ എന്തോ ഇത്ര പേടി അച്ഛന്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. ഒന്നുമില്ല, എല്ലാവർക്കും പേടിയായി. സന്ദീപിനെ കൊണ്ട് എല്ലാവർക്കും പേടിയായി. ഇപ്പം സത്യാവസ്ഥയാണല്ലേ, എല്ലാം വെളിയിൽ വന്നത്, പറഞ്ഞതെല്ലാം സത്യമാണല്ലേ, സത്യമാണ്. അവരാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാമല്ലേ. അത് നടപ്പിലാവണ കാര്യമല്ല, അത് ആരോടാ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ലേ പറഞ്ഞുള്ളത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മളും പോകുന്നുള്ളതാണ്. നീ അച്ഛനൊക്കെ മാത്രമേ ഉള്ള നീതിക്ക് വേണ്ടി പോരാടുന്നത്, ബാക്കിയുള്ളവരാരും നീതിക്ക് വേണ്ടി പോരാടൂലേ? ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വാ അടപ്പിക്കാൻ നോക്കിയതാണ്, നമ്മളെ തങ്കപ്പച്ചേട്ടൻ നിന്ന് വീഡിയോ എടുത്തതാണ്, കോമഡി. വാ അടപ്പിക്കാൻ നോക്കിയതാണ്. എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ അങ്ങ് കാവൽ കിടന്ന് കൊള്ള മീഡിയക്കാരെ അത്രയും പേരെയും കൂടെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് എന്തിനാണ് സന്ദീപ് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് മീഡിയയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ. വണ്ടിയിലാണ് നമ്മളെ ഫോണങ്ങ് പോയി കിട്ടിയിട്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിൻഡ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക, ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ, ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്. അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ, കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ടേക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യുക, അത് തന്നെ നമ്മളൊക്കെ കണ്ട് ചെയ്യും. പേടിച്ചിട്ടാണ് കുരയ്ക്കണത് എന്ന് മനസ്സിലായില്ലേ? ഒരു കിച്ചു പിന്നെ ഇതെല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ അങ്ങ് ഇരിക്കുകയാണ്. കിച്ചുവിനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ്, കിച്ചു അത് ചെയ്തു ഇത് ചെയ്തു, കിച്ചുവിന് 10,000 കേസുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ പറഞ്ഞു. അതിന് മുമ്പ് പറയണായിട്ട് കിച്ചു പാവമാണ്, കിച്ചുവിനാണ് വീട്, കിച്ചുവിനുള്ള വീടാണ്, കിച്ചുവിനെ അവിടെ നിന്ന് അടിച്ച് ഓട്ടിച്ചു, കിച്ചുവിനെ അച്ചാമ്മേരെ കൂടെ പോയി, എന്നിട്ട് എവരവരെ കുടുംബത്തോടെ കയറി കിടക്കണം എന്ന് പറഞ്ഞ നമ്മളെ അച്ചാച്ചന് എല്ലാ പേരും ഇപ്പം നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കിച്ചുവിനെ ആര് സപ്പോർട്ട് ചെയ്യോ അവരെയൊക്കെ അങ്ങോട്ട് ഭരിക്കാനായിട്ട് കുറേ എണ്ണത്തിനെ ഇറക്കിയിട്ടുണ്ട്. പട്ടാള സൈന്യങ്ങളെ ഇറക്കിയിരിക്കുന്നു. എന്തിനാണ് ആവോ ഇങ്ങനെ ഇറക്കിയിട്ട്, എന്ത് കിട്ടാനാണ്? ഇപ്പം സമാധാനമായ അച്ഛന് പോലീസ് സ്റ്റേഷനിലോട്ട് കയറ്റിയിരുന്നു. ഇതൊന്നും പുത്തരിയല്ല. വിളിച്ച് പറയേണ്ടത് പറയും. ഇപ്പം മനസ്സിലായല്ലേ, ഇതൊക്കെ സത്യം എല്ലാം പുറത്തു വന്നു എന്നുള്ളത് മനസ്സിലായത് കൊണ്ടായിരിക്കാം, ഇങ്ങനെയുള്ളൊരു പേടി കൊണ്ടാണ് പുള്ളിക്കാരൻ്റെ വാടപ്പിക്കാൻ ശ്രമിച്ചത്. അതിലൊന്നും കുലുങ്ങൂല. പിന്നിൽ നിന്ന് ചെയ്യിക്കാൻ കുറച്ച് പേരുണ്ടാവും. പക്ഷേ ആ പാവം പറയണത് അച്ഛൻ അവർ പറയണ കേൾക്കും, ഇവർ പറയണ കേൾക്കും. അങ്ങനെയാണ് അച്ഛൻ അപ്പുറത്തോട്ട് നിൽക്കും ഇപ്പുറത്തോട്ട് നിൽക്കും. കഥയും കഥാപാത്രവും ഒന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തെങ്കിൽ ഈ പറയുന്ന ആരെയും പേരവിടെ എടുത്ത് പറയുന്നില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് പൊള്ളിയത് മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പം ഇതിൽ സത്യാവസ്ഥ ഉള്ളത് കൊണ്ടാണ് പൊള്ളിയതല്ലേ.